ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ പോപ്പുലറായ അവിയലാണ് നമ്മുടെ ഇന്നത്തെ താരം. സദ്യയിലെ ഒരു മെയിൻ ഡിഷാണ് അവിയൽ. ആഘോഷം ഏതായാലും അവിയലില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാവില്ല. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. 13 തരം പച്ചക്കറി വെച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അതെന്തായാലും ഞാനിവിടെ അത്രയൊന്നും എടുത്തിട്ടില്ല. വെള്ളരി, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, പടവലം, കാരറ്റ്, പച്ചമുളക്, വഴുതിന, ചേന, അങ്ങനെ വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. പുളി വേണമെന്നുള്ളവർക്ക് തക്കാളിപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ കുരുവും പുറന്തോടും ഒക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അവിയലിന് വെജിറ്റബിൾസ് നീളത്തിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ ചേന ചിലപ്പോൾ വെന്ത് വരാൻ ടൈം എടുത്തേക്കാം. അതുകൊണ്ട് വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴൊക്കെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളി, ഒരു 6 വലിയ സൈസ് ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഇതേപോലെ തരിതരിപ്പായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. നമുക്കിനി വെജിറ്റബിൾസ് വെന്തിട്ടുണ്ടോയെന്നും നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ അവിയലിനുള്ള വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അവിയൽ ഇളക്കി ചേർക്കുമ്പോൾ ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അവിയലിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറിയിട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ്. പല സ്ഥലത്തും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ചിലർ ഇതിൻ്റെ കൂടെ തൈരൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.